കർത്താവിന്റെ ധന്യമുള്ള തിരുനാമവും ഈ നല്ല പകൽക്കാലമായിട്ട് മാറാകട്ടെ. ഈ നല്ല പകലിൽ നിങ്ങളോടൊപ്പമായി തീരുവാൻ കർത്താവാൻ ദൈവം എനിക്കും ഒരു പ്രാവശ്യം കൂടെ അവസരങ്ങളെ ഒരുക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രത്യാലും വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യാൽ സൂമിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കൾക്കുള്ള സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഏഴാം നടിയന് കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ കർത്താവ് അവസരം ഒരുക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നൽകി തന്ന വേദപാഠത്തിൽ കടപ്പാൻ സ്തോത്രം ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു വരാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. അല്പസമയം കൂടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അധരങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നല്ലൊരു ആത്മീയ അന്തരീക്ഷം സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പകൽ ആ അന്തരീക്ഷത്തെ നാം കെടുത്തിക്കളയാതെ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അല്പസമയം കൂടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആരും മൗനമായിട്ടിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നമ്മെ നടത്തിയ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഇന്ന് പകലിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അനേകം പേർ ഈ സമയം കാണാതെ ലോകത്തിന്റെ പലയമ്പാടും മൺമറഞ്ഞു മാറ്റപ്പെടുമ്പോൾ, അനേക കുടുംബങ്ങൾ ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും പടുകുഴിയിൽ താണിറങ്ങുമ്പോൾ, അനേക മനുഷ്യ ജീവിതങ്ങൾ ആശുപത്രി വരാന്തകൾ കയറിയിറങ്ങുമ്പോൾ, ഇന്ന് പകലിൽ ആ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടും ആരാധനയ്ക്കും നേരിട്ട് പങ്കെടുത്തുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ആയുസ്സിനെയും ആരോഗ്യത്തെയും നൽകി തന്നത് നമ്മുടെ ആരുടെയും കഴിവോ അല്ലെ ഒന്നുമല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ കൃപയാകുന്നു തിരിച്ചറിയുന്നവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനെ അല്പസമയം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് പകൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് ഹൃദയത്തിന്റെ അകത്തരമായ ചിന്തതയുള്ളവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം മനുഷ്യനായിരിക്കെ ഈ താണലോകത്തേക്ക് എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ നൽകി. ആമേൻ, ഹല്ലേലൂയ. അരുമനാഥനായ കർത്താവ് തന്റെ പ്രാണനെ നൽകി നമ്മെ വീണ്ടെടുത്ത ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽ നമുക്ക് അല്പനേരം ദൈവത്തിന് സ്തുതിക്കാലോ. ഇന്ന് പകൽ അല്പനേരം ദൈവത്തിന് സ്തുതിച്ചാട്ടെ. അവസാനത്തുള്ള രക്തം വരെയും കാൽവരിയുടെ മലമുകളിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്ന് ഒരു അറുപശാലിൽ കുറക തൂങ്ങി കിടക്കുന്നത് പോലെ മാംസകഷ്ണങ്ങളെ അറ്റുവീണവനായി ആ കാൽവരിയുടെ മലമുകളിൽ ആ ക്രൂശനായ കർത്താവിനെ ഇന്ന് പകൽക്കാലം നാം ഓർക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടുന്ന ഓരോ നിന്ദയും, നമ്മൾ കേൾക്കേണ്ടുന്ന ഓരോ ഹല്ലേലൂയ വേദനകളും, നമ്മൾ കേൾക്കേണ്ടുന്ന ഓരോ വ്യഥകളും അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാണത്യാഗമായ ഒരു നല്ല കർത്താവിന്റെ മുൻപിൽ ഇന്ന് പകൽ ആ ദൈവത്തെ ഉയർത്തിപ്പിടിപ്പാൻ, ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഇന്ന് പകൽ നന്ദി നമുക്ക് മഹത്വപ്പെടുത്താം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമാറാകണമേ. പരിജ്ഞാനത്തിൽ സംസാരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഈ ഏഴയാകുന്നവനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. ദൈവവചനമല്ലാത്ത യാതൊരു വിധമാകുന്ന കാര്യങ്ങളും നാവിന്മേൽ ഉദ്ധരിപ്പാൻ സ്വർഗം ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറച്ച അനാദ്യോടന്തം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കർത്താവ് നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്
എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കണം. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിതവാന്റെ വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി വായിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പക്കലുള്ള പരിമിതമായ ഡേറ്റകൾ മാത്രമാണ് സ്തോത്രം ഹല്ലേലൂയ നിങ്ങളിലേക്ക് സ്തോത്രം ചരിത്രപരമായി വെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറവുകൾ ഉണ്ടെങ്കിൽ ചില ദൈവനാമത്തിൽ ക്ഷമിക്കുക, തിരുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവകരത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് ഏവർക്കും സുപരിതമായ വേദഭാഗമാണ് 2 കൊരിന്തി 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിലും തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഹല്ലേലൂയ നമ്മുടെ പക്കലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ബലഹീനരാകും തോറും, നാം ഹല്ലേലൂയ ക്ഷീണിതരാകും തോറും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗത്തെ പറ്റി ഹല്ലേലൂയ സ്തോത്രം 1, 2, 3 കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തെ പറ്റി സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പൗലോസിന്റെ കൊരിന്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ 2-ാം മിഷണറി യാത്രയിലാണ്. അഥേനയിൽ നിന്ന് കൊരിന്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ കൊരിന്തിലെ ശുശ്രൂഷകൾക്ക് സ്തോത്രം ഹല്ലേലൂയ പൗലോസ് നേതൃത്വം കൊടുക്കുന്നത്. അതിന് 1, 2, 3 ഭാഗങ്ങളായി സ്തോത്രം ചരിത്രകാരന്മാർ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു. ഒന്ന് പ്രാരംഭമായ ശുശ്രൂഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശീലാസിനോടും തിമോത്തിയോസിനോടും കൂടുള്ള പ്രവർത്തനം കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് നടത്തുന്നുണ്ട്. 2 സ്തോത്രം കൊരിന്തിലെ ശുശ്രൂഷ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത് പ്രാരംഭമായ ശുശ്രൂഷകളാണത്. അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം 18-ന്റെ 5 മുതൽ സ്തോത്രം 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം സ്തോത്രം ഹല്ലേലൂയ കാണപ്പെടുന്നു. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പലവിധമാകുന്ന ശുശ്രൂഷകൾ. ലാസ്റ്റ് വരുന്നത് സ്തോത്രം ശുശ്രൂഷയുടെ സമാപ്തിയാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്തിലെ പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയിൽ നിരവധി പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത്യർക്കെതിരെ ലേഖനം തന്നെ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ ഒരു ആധാരമാണ്. കൊരിന്ത്യ സഭയെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ നടക്കുന്ന പലവിധമാകുന്ന പ്രവർത്തികൾ, സഭയ്ക്കകത്ത് വരുന്ന പക്ഷങ്ങൾ, സഭയ്ക്കകത്തുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പല പാപത്തിൻ്റെതാകുന്ന ചിന്തകൾ, ക്രിസ്തുയേശുവിന്റെ സ്തോത്രം ഹല്ലേലൂയ ഉപദേശങ്ങളോട് പ്രാകൃതമായ പല ചിന്തകളും സഭയ്ക്കകത്ത് ഉടലെടുത്തതിന്റെ പേരിലാണ് സ്തോത്രം ഹല്ലേലൂയ ഈ ലേഖനങ്ങൾ അവിടെ എഴുതപ്പെടാനിടയായത്. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത്യ പട്ടണത്തെ പറ്റി നാം പഠിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ സ്തോത്രം ചരിത്രകാരന്മാർ ആ പട്ടണത്തെ പറ്റി വിവക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ഒന്ന്, അഥേനയിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രീസിലെ സ്തോത്രം പ്രാചീന നഗരമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നു. 1, 2, 3 പോയിന്റുകൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ സ്തോത്രം ഹല്ലേലൂയ ആ ഭാഗത്തെ വിടാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഗ്രീസിന്റെ തെക്കിനെയും വടക്കിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന സ്തോത്രം ഒരു ഗ്രീസിന്റെ പാലം എന്ന് സ്തോത്രം അറിയപ്പെടുന്നുണ്ട്. ഗ്രീസിനെ സ്തോത്രം അതിന്റെ തെക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പാലമായ ചരിത്രകാരന്മാർ കൊരിന്ത് പട്ടണത്തെ സ്തോത്രം ഹല്ലേലൂയ വിശേഷിപ്പിക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. BC 146 മമ്മിയാസ് എന്ന് പറഞ്ഞൊരു പ്രബലനായ ഒരു രാജാവ് ഹല്ലേലൂയ കൊരിന്ത് പട്ടണത്തെ തീ വെച്ച് നശിപ്പിക്കുകയും സ്തോത്രം ഹല്ലേലൂയ BC 46 ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു സ്തോത്രം ഭരണാധികാരി അതിനെ പുതുക്കി പണിയുകയും ചെയ്ത സ്തോത്രം ഹല്ലേലൂയ ചരിത്രങ്ങൾ അതിന്റെ മുഖത്ത് നാം കാണാൻ കഴിയുന്നുണ്ട്. 4-മതായി ഒരു വാണിജ്യ കേന്ദ്രമാണ് കൊരിന്ത് പട്ടണം എന്നറിയപ്പെടുന്നത്. ഗ്രീസിന്റെ ചന്ത സ്ഥലം എന്ന് ചരിത്രകാരന്മാർ കൊരിന്ത് പട്ടണത്തിനെ
സ്തോത്രം ഹല്ലേലൂയ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊരിന്ത് പട്ടണത്തെ പറ്റി നാം സ്തോത്രം പഠിപ്പാൻ ഹല്ലേലൂയ നിരവധി കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് മാത്രമല്ല, കൊരിന്ത് പട്ടണത്തിൽ നിരവധി അമ്പലങ്ങൾ, നിരവധി ക്ഷേത്രങ്ങൾ, നിരവധി പൂജാഗിരികൾ, നിരവധി പാപ സംബന്ധമായ അന്യദേവന്മാരുടെ ആരാധനകൾ കണ്ടുവന്ന ഒരു മ്ലേച്ഛത നിറഞ്ഞൊരു പട്ടണമായി കൊരിന്ത് പട്ടണത്തെ സ്തോത്രം ചരിത്രകാരന്മാർ അവിടെ സ്തോത്രം പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അവിടെ പ്രതികൂലമായി നിൽക്കുമ്പോഴും അതിന്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം അയച്ചത്, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്തിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത് പട്ടണത്തിൽ ക്രിസ്തീയ മാർഗത്തിന്റെ വലിയൊരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം നമുക്ക് അവിടെ കാണാൻ കഴിയും. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിരവധി പ്രതികൂലങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പലവിധമാകുന്ന പ്രതിസന്ധികൾ അവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു മാർഗക്കാരെ വളരെ അധികമായി ഉപദ്രവിക്കുന്നതായ പ്രവണതകൾ ആ കൊരിന്ത് പട്ടണത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സഭ അവിടെ ഉയരാനിടയായി. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏതെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും, ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ഹല്ലേലൂയ നിവർന്നു നിന്നെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ കൃപ അകത്ത് ഹല്ലേലൂയ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മിൽ എന്താണോ ഉള്ളത്, ദൈവത്തിന്റെ പദ്ധതി നമ്മളെ കുറിച്ച് എന്താണോ, അത് എവിടെയാണെങ്കിലും, ഏത് ദേശത്തായിക്കൊള്ളട്ടെ, ഏത് ഭവനത്തിലായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിന്റെ മുഖത്തായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നമ്മുടെ മേൽ ചെയ്തെടുപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ഹല്ലേലൂയ അതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജാതികൾ യഹൂദരുടെയും മറ്റ് കൊരിന്ത് പട്ടണക്കാരുടെ നടുവിലും ഹല്ലേലൂയ ഈ സുവിശേഷ മാർഗം എത്തിയപ്പോഴും അവർ ത്യജിച്ചു കളഞ്ഞൊരു സമയമുണ്ട്. യഹൂദരെ ഹല്ലേലൂയ ഉന്നം വെച്ചുകൊണ്ട് പലപ്പോഴും ക്രിസ്തീയ മാർഗത്തെ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ അവൻ ഉപയോഗിക്കാൻ തയ്യാറ്. എന്നാൽ അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ജാതിയുടെ നടുവിലേക്ക് ഇറങ്ങി. എന്നാൽ ജാതിയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ, ഞങ്ങൾ ഒരു കാര്യം കൂടെ ചിന്തിക്കട്ടെ. ഇതിനിടയിൽ ഹല്ലേലൂയ പറഞ്ഞു പോകാൻ വേഗത്തിൽ ചിന്ത വന്നപ്പോൾ ഞാൻ പറയുക, ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലക്കാട് പോകാനിടയായി. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് കൂടെ ഞാനും ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് പോകാനിടയായിരുന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ പറയണം, ഇന്നും പാലക്കാട് പോലുള്ള പല പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സുവിശേഷം എത്തിയിട്ടില്ല. ഇന്നും സ്തോത്രം ക്രിസ്തുവിനെ അറിയാത്ത അനേകം പേർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ ഒരു സാഹചര്യത്തെക്കാൾ മോശപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു കൊരിന്ത് പട്ടണത്തിൽ പൗലോസ് ഹല്ലേലൂയ അവൻ നേരിട്ടത്. ഹല്ലേലൂയ. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടുന്ന ദൈവത്തിന്റെ കൃപ പൗലോസിന്റെ അകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ആ ദേശത്തെ പിടിച്ചടക്കാൻ ഹല്ലേലൂയ ഇടയായത്. ഇന്ന് പകൽക്കാലം നാം ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി കൊള്ളട്ടെ, ചിലപ്പോൾ പ്രാർത്ഥന നടത്താൻ കഴിയത്തില്ലായിരിക്കാം, ചിലപ്പോൾ ആരാധിക്കാൻ കഴിയത്തില്ലായിരിക്കാം, ചിലപ്പോൾ ഹല്ലേലൂയ നമുക്കൊന്ന് ഉച്ചത്തിൽ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം. എന്നാൽ ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. ദേശത്തിന്റെ നടുവിൽ ദൈവം ആരും അറിയാതെ കിടന്ന ഹല്ലേലൂയ ഒരു കൂട്ടം ജനം, ദേശത്തിന്റെ നടുവിൽ സ്തോത്രം പൂജാഗിരികളെ കൊണ്ട് അന്യദേവന്മാർക്ക്, വിഗ്രഹങ്ങൾക്ക് പൂജകൾ അർപ്പിച്ച് നിന്ന ഒരു ജനത്തിന്റെ നടുവിൽ അവൻ ക്രിസ്തു മാർഗം എത്തിച്ചെന്ന് സത്യദൈവം ആരെന്ന് അവന്റെ ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ എത്രയാണ് ആ ദൈവത്തിന്റെ കൃപയുടെ ആഴം, ആ ദൈവശക്തി എത്രയും ഉണ്ടെന്ന് ഇന്ന് പകൽ നാം ചിന്തിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നാം ഇന്ന് പകൽ ആരാധിക്കാതിരിക്കുമ്പോഴൊക്കെ നാം ഓർക്കണം, നാം ദൈവത്തെ മതിവരുവോളം സ്തുതിക്കാതിരിക്കുമ്പോൾ നാം ഓർക്കണം. ഹല്ലേലൂയ. ഭക്തന്മാർ കഴിഞ്ഞ നാളുകൾക്ക് പിന്നിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഈ സുവിശേഷ മാർഗത്തിനു വേണ്ടി അവർ ചോരയും നീരും കൊടുത്ത്, ചുമരും തോളും കൊടുത്ത് ഈ മാർഗത്തെ വളർത്തിക്കൊണ്ട് വന്നതിന്റെ ഹല്ലേലൂയ പരിണിത ഫലമാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നത്.
ദൈവജനമേ, പീഡകളേറ്റവരുണ്ട്, അവൻ മർദ്ദനങ്ങളേറ്റവരുണ്ട്, ക്രൂരതകളേറ്റവരുണ്ട്. ഇന്ന് പകൽ നാം ഹല്ലേലൂയ അവൻ അടച്ചുറപ്പുള്ള വീട്ടിലിരിക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സിന്റെ അകത്ത് ആഗ്രഹം വന്നില്ലെങ്കിൽ നമ്മളെ പോലെ ഹല്ലേലൂയ അധർമ്മികൾ വേറെ ആരുമില്ല. അവൻ നമ്മളെ പോലെ അവൻ ദൈവത്തിന്റെ മുൻപിൽ നന്ദി കെട്ടവരായിരിക്കില്ല. നമ്മളെ പോലെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മുൻപിൽ അറിയാത്തവരായി പാടില്ല. അതുകൊണ്ട് ഇന്ന് മകൻ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തെ മക്കളെ ആരാധിക്കണം. ദൈവത്തെ സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പോൾ ദൈവം നൽകിപ്പെട്ട ദൈവത്തിന്റെ കൃപ. Praise the Lord. Hallelujah. വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ഇന്നും നമ്മുടെ ദൈവദാസന്മാർ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയാ. സ്തോത്രം. കണ്ടില്ലേ, ഞാൻ ഉത്തർപ്രദേശിലെ ഹല്ലേലൂയ ആമേൻ ഞായറാഴ്ച ആരാധന നടത്തുമ്പോൾ അവിടേക്ക് സ്തോത്രം സുവിശേഷ വിരോധികൾ കയറി വന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആ ദൈവദാസനെ അടിച്ച് കണ്ണു പൊട്ടിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുഖം കണ്ടാൽ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ അവൻ പ്രാകൃതനാക്കി അവിടെ ഇറങ്ങിപ്പോയ കാര്യങ്ങൾ ആമേൻ വീഡിയോ സഹിതം നാം കണ്ടതല്ലേ. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ നാം ഇന്ന് പകൽ ദൈവശക്തിയോടെ ആരാധിച്ചോണം. ഇന്ന് പകൽ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇന്ന് പകൽ ഹല്ലേലൂയ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇന്ന് പകൽ ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ വേരയിലായിരിക്കുന്ന അവൻ അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവൻ സ്തോത്രം ദേശം ഹല്ലേലൂയ അവൻ സ്തോത്രം വളരെ ഹല്ലേലൂയ അമാനുഷികമാകുന്ന മൃഗീയമാകുന്ന അവൻ സ്വഭാവ വൈകല്യങ്ങളോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ സ്വഭാവ വൈകല്യങ്ങൾ കാണിച്ച ദേശത്തിന്റെ നടുവിലും അപ്പോസ്തലനായ പൗലോസിനെയും തന്റെ പ്രവർത്തനങ്ങളെയും ദൈവം നിർത്തി നോക്കുമ്പോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ പ്രവർത്തനങ്ങളെ എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഉത്തേജനം ഉണ്ടാവണം. Praise the Lord. ഏതെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും സ്തോത്രം നാം അതിന്റെ മുമ്പിൽ തളർന്നു പോകുന്നവരാകരുത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുറെ കാര്യങ്ങൾ സ്തോത്ര കുരുന്ത പട്ടണത്തെ പറ്റി അവിടെ വിശേഷിപ്പിക്കാൻ ഇടയായല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിലേക്ക് വരുന്നു. സ്തോത്രം. എന്താണ് അവിടെ പൗലോസ് പറഞ്ഞത്? ഹല്ലേലൂയ. 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്നോട് എന്റെ കൃപ ഹല്ലേലൂയ നിനക്ക് മതി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്റെ ശക്തി ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ആമേൻ. എന്താണ് അവിടെ പൗലോസ് പറഞ്ഞത്? അവന്റെ ബലഹീനത. അല്ലെ സ്തോത്രം. നമുക്ക് അതിന്റെ 7ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കാമോ? 7ാമത്തെ വാക്യം തൊട്ട്. സ്തോത്രം. അവിടെ പൗലോസ് പറയാ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? എന്റെ മേൽ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ശൂലം തന്നിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ചരിത്രകാരന്മാർ പൗലോസിന്റെ ശാരീരിക ഘടനയെ പറ്റി സ്തോത്രം ഹല്ലേലൂയ പറയുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പൗലോസിന്റെ കണ്ണിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ എടുക്കുകയും സ്തോത്രം ഹല്ലേലൂയ അതിങ്ങനെ താഴെ കൂടി വന്നൊരു ബുദ്ധിമുട്ട് പോലെ സ്തോത്രം ഉണ്ടാവുന്ന ഒരു ശാരീരിക പ്രയാസം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 2 സ്തോത്രം ശരീരം ആകപ്പാടെ എന്താ പറയാ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാകുന്നു പൗലോസ്. സ്തോത്രം. 3-ാമതൊരു കാര്യം പറയുന്നത് സ്തോത്രം നീണ്ട ദിവസങ്ങളുടെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, അങ്ങനെ ഭക്ഷണത്തെ ത്യജിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പലവിധമാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പൗലോസിനുണ്ടായിരുന്നു. അങ്ങനെ പലവിധമാകുന്ന ശാരീരിക ക്ലേശങ്ങളിലൂടെയാണ് തന്റെ ഭക്തൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്റെ ഭക്തൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. അതാണ് പറഞ്ഞത്, കർത്താവേ എന്റെ മേൽ സ്തോത്രം
ഈ നൽകി തന്നിരിക്കുന്ന സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഈ ബുദ്ധിമുട്ടുകൾ, ഈ ശൂലങ്ങൾ, അല്ലെങ്കിൽ ഈ വിധമാകുന്ന പ്രയാസങ്ങൾ മാറണമേ എന്ന് ഞാൻ പലപ്പോഴായി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ ദാസനോട് പറയുന്ന ഒരു മറുപടിയാണ് അവൻ എന്നോട് പറഞ്ഞത്. 9-ാമത്തെ വാക്യം, അവൻ എന്നോട് പറഞ്ഞത്, എന്റെ കൃപ ഹല്ലേലൂയ നിനക്ക് മതി. സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അല്ല, ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ദൂത് ഞാൻ പറയാം. ഏതെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ നീ കടന്നുപോയാലും, ഏതെല്ലാം വിഷയങ്ങളിലൂടെ നിന്റെ ശരീരത്തെ ക്ലേശിപ്പിച്ചെന്ന് പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം ശാരീരിക ബുദ്ധിമുട്ടുകളെ കൊണ്ട്, അവൻ ശാരീരിക ക്ലേശങ്ങളെ കൊണ്ട് നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി, ഹല്ലേലൂയ, ആ ദൈവശക്തി നിന്റെ ബലഹീന സമയങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്തുക അങ്ങനെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പറയുക, പലവിധമാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് പൗലോസ് പൗലോസിനെ തിരിച്ചറിവുകളുണ്ട് കേട്ടോ. നമ്മൾ പറയാം അത് പോരാട്ടമാന്ന് പറയും. ഹല്ലേലൂയ. നമ്മൾ ആരുടെ പറഞ്ഞാലും സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായി പിശാച് എന്നോട് എന്ത് ചെയ്യുക, മല്ല് പിടിച്ചോണ്ടിരിക്കുകയാ. നാളുകളായി പിശാച് എന്നോട് എന്ത് ചെയ്യുക, പോരാടിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ആരാധിക്കുന്നതിന് എന്താ, പിശാചിന് എന്നോട് ഭയങ്കര ബുദ്ധിമുട്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ആരാധിക്കുന്നതിന് പിശാച് എന്താ, എന്നോട് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ പിശാച് എന്നോട് പോരാടിക്കുന്ന ശരീരത്തെ സ്തോത്രം ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭക്തൻ പറഞ്ഞു കേട്ടോ, അല്ലെ, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, അല്ലെ, സ്തോത്രം. ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, സ്തോത്രം, എന്റെ മേൽ എന്ത് നൽകിയിരിക്കുന്നു, ഒരു ശൂലം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാൻ എന്ന് വെച്ചാൽ, ഞാൻ ശുശ്രൂഷയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നവനാണ്, സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ ഹല്ലേലൂയ വലിയൊരു വിശ്വാസിയാണെന്നുള്ള നിഗള ഹൃദയം, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ ഞാൻ ആരൊക്കെയോ ആണ്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് ഹല്ലേലൂയ പോകാതെ ഇരിപ്പാൻ, സ്തോത്രം, ആ ദൈവം എന്റെ ഒരു ശൂലം നൽകിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ശാരീരികമായി ഞാൻ ക്ലേശിതരെങ്കിലും, ഞാൻ ശാരീരികമായി ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും, ഈ ശാരീരിക ബുദ്ധിമുട്ട് അത് എന്നെ ക്ലേശിപ്പിക്കുന്ന കാരണം ഇന്ന് ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്റെ ദൈവം എന്റെ നൽകിയിരിക്കുന്ന ഒരാളെ. നമുക്ക് ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ നാം ആയതായതിനും ദൈവത്തെക്കാൾ ശക്തന്മാർ ആയിരുന്നേനോ, അല്ലെ, സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തെക്കാൾ വലിയ ആരൊക്കെയോ ആയെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരുന്നേനോ, സ്തോത്രം, മനുഷ്യന്റെ ചിന്താഗതിയിൽ പറഞ്ഞാൽ, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, ഹല്ലേലൂയ, സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൂതന്മാരുടെ എത്ര അധികാരം ഉണ്ടാകുന്നത് നമ്മൾ എന്ത് ചെയ്തേനും, സ്തോത്രം, അല്ലേ. നമുക്ക് ഇനി ദൈവത്തെ വേണം. ദൂതന് ഒരുത്തൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൂതനായിരിക്കെ ദൈവത്തോളം എത്താൻ ശ്രമിച്ചപ്പോഴുള്ള പരിപാടി നമ്മൾ അറിഞ്ഞു. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണം. ദൂതനായിരിക്കെ ഒരുവൻ ദൈവത്തോളം ഉയരാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. നമ്മൾ മനുഷ്യനായിരിക്കെ എന്ത് ചെയ്യുക, ആഗ്രഹിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി ഒന്നും വേണ്ട, അങ്ങയുടെ അത്രയെങ്കിലും, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഹല്ലേലൂയ, അപ്പോ ഈ ശാരീരിക ക്ലേശങ്ങൾ പൗലോസിന്റെ അകത്ത് ദൈവം കൊടുത്തത് പൗലോസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, അല്ലെ, ആ ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ ഒന്നല്ല രണ്ടല്ല 3 വട്ടം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ, എന്റെ മേൽ തന്നിരിക്കുന്ന ഈ ക്ലേശങ്ങൾ നീ എടുത്തു മാറ്റണമേ എന്ന്. ഹല്ലേലൂയ. അതിനകത്തൊരു ചിന്ത ഞാൻ പറഞ്ഞ ദൈവജനമേ, ഈ ക്ലേശങ്ങൾ പൗലോസിന്റെ
ശരീരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടല്ലേ ദൈവം ഹല്ലേലൂയ പൗലോസിനോട് പറഞ്ഞത്, പൗലോസേ അവിടെ അവൻ എന്നോട് പറഞ്ഞത്, പൗലോസേ സ്തോത്രം അല്ലെ മകനെ എന്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ കൃപ എന്താ? നിനക്ക് മതി. ഈ ശക്തി എന്ത് ചെയ്യുക? ബലഹീനതയിലും തികഞ്ഞുവെന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നിന്റെ അകത്തു നൽകിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ഓർത്തണം, മാനുഷിക കാഴ്ചപ്പാടുകൾക്കും അതീതമാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അല്ലെ, ബലഹീനമായിരിക്കുന്ന സാഹചര്യങ്ങളിലും ബലഹീനതയിൽ നാം ആയിരിക്കുന്ന ഏതെല്ലാം സിറ്റുവേഷനിലും ഈ ദൈവത്തിന്റെ കൃപ അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ പറയുക, ബലഹീനതയിലും തികഞ്ഞു വരുന്ന നിന്നെ ബലപ്പെടുത്തുന്ന നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ് ഉള്ളിൽ തന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നല്ലൊരു ദൂത് നിങ്ങളോട് കൈമാറട്ടെ. ഹൃദയത്തിന്റെ അകത്ത് ആരൊക്കെയോ ഇന്ന് ഹല്ലേലൂയ, ഹൃദയത്തിന്റെ അകത്ത് ആരൊക്കെയോ അല്ലെ ചിന്തിക്കുന്ന ഒരു ചിന്താകുലമുണ്ട്. ഹല്ലേലൂയ, ഞാൻ കർത്താവെ ബലഹീനനാണെന്നും എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്നും അല്ലെ ഞാൻ ഒന്നിനും പ്രാപ്തനല്ലെന്നും അല്ലെ സ്തോത്രം കർത്താവെ, ഞാൻ നാളുകളായി ദൈവത്തിന് മുമ്പിൽ ചോദിക്കുകയല്ലേ കർത്താവ്, ഈ ബലഹീനമായ എന്റെ ഈ സാഹചര്യങ്ങളുടെ മുഖത്ത് നിന്ന് എന്നെ ഒന്ന് വിടിവിക്കണമേ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ഒരു ദൂത് കൈമാറുന്നു, കുഞ്ഞെ നീ ബലഹീനതയിലും ദൈവത്തിന്റെ കൃപയെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ബലഹീനത നിന്നെ തളർത്തിക്കളയാൻ വേണ്ടിയല്ല, ഈ ബലഹീനത നിന്നെ തളർത്തിക്കളയാൻ വേണ്ടിയല്ല, നിന്നെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, പിന്നെയോ ആദ്യത്തെ നാളിലും നിന്നെ വിളിച്ചുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് നിന്നെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടുകളിലൂടെ ഈ ബലഹീനതയിലൂടെ ഞാൻ നിന്നെ കടന്നു വിടുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നെന്താ? ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഈ ബലഹീനതയിലും തികഞ്ഞു വരുന്നൊരു ദൈവ സാന്നിധ്യം, ഒരു ദൈവകൃപ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ. സ്തോത്രം ഹല്ലേലൂയ. എന്താണ് ഈ ബലഹീനത? സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ബലഹീനൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ബലം, അത് ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് നമ്മുടെ ശരീരം അതിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ, സമ്മതിക്കുക. ബലം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത്? ബലഹീനത എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബലത്തിന്റെ ഫിസിക്സിലൊക്കെ എന്ത്, ഈ ബലത്തിന്റെ ഒക്കെ ഓരോ സ്തോത്രം മീനിങ് ഉണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യാൻ സ്തോത്രം നാം ഉപയോഗിക്കുന്ന ശക്തി, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പേന എടുക്കാൻ, അല്ലെങ്കിൽ സ്തോത്രം ഒരു കമ്പെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ചെയർ മാറ്റിയിടാൻ വേണ്ടി നാം ശരീരം കൊണ്ട് ആ ഒരു വസ്തുവിനോട് നാം ഉപയോഗിക്കുന്ന അത്രയും ചെയ്യുന്ന ശരീരത്തിന് വേണ്ടി നാം കൊടുക്കുന്ന ആ ഒരു പ്രവണത, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം, അതാണ് എന്ത് ചെയ്യുന്നത്? ബലം എന്ന് പറയുന്നത്. അപ്പോ എന്ന് പറഞ്ഞാൽ ഒന്ന് ബലഹീനത എന്ന് പറയുന്ന അങ്ങനെ പോലും നമുക്ക് കഴിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം അല്ലെങ്കിൽ സ്തോത്രം എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തോട് നമുക്ക് സ്തോത്രം സ്വാതന്ത്ര്യമായി സ്തോത്രം ശാരീരികമായി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനെയാണ് ബലഹീനത എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ ഓർത്തോളം, പൗലോസിന്റെ അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുന്നത്. കണ്ണിൽ നിന്നും സ്തോത്രം വെള്ളം പോലെ ഒരു ദ്രാവകം അല്ലെ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ സ്തോത്രം. അല്ലെ നാളുകളായുള്ള വേദ പഠനങ്ങൾ, വായനകൾ, എഴുത്തുകൾ, സ്തോത്രം അല്ലെ ഒക്കെ ചിലപ്പോൾ ഈ കണ്ണിൽ നിന്ന് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ തന്റെ ദാസനെ ബുദ്ധിമുട്ടായിരിക്കാം, ബുദ്ധിമുട്ടിപ്പെടുത്തിയിരിക്കാം. അല്ലെ നീണ്ട ഉപവാസങ്ങളും പ്രാർത്ഥനകളും ശരീരത്തിന്റെ അകത്ത് ഭക്ഷണവുമായി അല്ലെ ആഹാരവുമായി ധാന്യങ്ങളുമായി അല്ലെങ്കിൽ ശരീരത്തെ പോഷക ഘടകമായ കാര്യങ്ങൾ, ശരീരത്തിലെ സ്തോത്രം പ്രോട്ടീനുകൾ, ഇതൊന്നുമില്ലാതെ ശരീരം പലപ്പോഴും അല്ലെ നിർജ്ജനം അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്തോത്രം വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കുന്ന സിറ്റുവേഷനുകളിലൂടെ തന്റെ ദാസൻ പലപ്പോഴും ബലഹീനനായിട്ടുണ്ട്. ഇല്ലെന്നല്ല, എങ്കിലും തന്റെ ദാസൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെല്ലാം വന്നുകൊള്ളട്ടെ
കൊള്ളട്ടെ, അല്ലെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളമായി കൊള്ളട്ടെ, എന്റെ ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളായി കൊള്ളട്ടെ, എന്തുമായി കൊള്ളട്ടെ, സാരമില്ല. പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, എന്റെ ബലഹീനതയും അത് എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ, അത് മാത്രമാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. എന്റെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ, നീ ബലഹീനനായാലും നിന്നെ ഞാൻ കൈവിടില്ല, നിന്റെ അകത്ത് തന്നിരിക്കുന്ന ദൈവത്തെ കൃപയുണ്ട്, അത് നിന്റെ ബലഹീനതയും തികഞ്ഞു വരുന്നതാണ്. Praise the Lord. Hallelujah. താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതിയെന്നും എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്നും ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാകുന്നു, ബലവാനാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താഴെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കും, 10ന്റെ അവസാന വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പത്താമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ബലവാനാകും. കണ്ടോ, ഒരു ഭക്തന്റെ പ്രത്യാശ കണ്ടോ, ഒരു ഭക്തൻ പറഞ്ഞത് കേട്ടോ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്താകുന്നു, ബലവാനാകുന്നു. സ്തോത്രം. അതെന്തുകൊണ്ടാണ്? ആ കൃപ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ ദൈവകൃപ ഇല്ലാത്തിടത്തോളം കാലം തന്നെ ഭക്തൻ പറയില്ല ഞാൻ ബലവാനാണെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആ കൃപ ഇല്ലാത്തിടത്തോളം കാലം ഭക്തൻ പറയില്ല ഞാൻ ബലവാനാണെന്ന്. തന്നെ സ്തോത്രം, തന്നെ ഭക്തൻ ഞാൻ ബലഹീനനാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ട്, എങ്കിലും ആ കൃപയാൽ ഞാൻ ബലവാനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ ബലഹീനനാണെങ്കിലും ഹല്ലേലൂയ ഞാൻ കൃപയാൽ ബലവാനാകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ബലം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത ഹൃദയത്തിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒന്നുകൂടെ കേറി പറഞ്ഞാൽ, നിന്നെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ കഴിയത്തില്ലെന്ന്, നിന്നെ കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ലെന്ന്, അല്ല നിന്നെ കൊണ്ട് ഒരു കാര്യത്തിനും കൂട്ടാൻ കൊള്ളിക്കില്ലെന്ന് അല്ലെ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് പകൽക്കാലം അത് പറഞ്ഞു വെച്ചവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നിന്നെ ആ കൃപയിൽ നിർത്താൻ പോകുകയെന്ന് ഇന്ന് പകൽ ദൈവത്തെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ കേട്ടെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്ന്, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ലെന്ന്, നിന്നെ കൊണ്ട് ഒന്നിനും ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ നിർത്താൻ പോകുകയാണ്. എന്താണ്? ആ ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നാം വേദപുസ്തകത്തിൽ പലവിധമാകുന്ന സ്തോത്രം സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ആ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പലവിധമാകുന്ന ഭക്തന്മാരെ നാം കാണുന്നുണ്ട്. നാം ഏലിയാവിനെ കുറിച്ച് പഠിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നാം യോസേഫിനെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ പലവിധമാകുന്ന ഭക്തന്മാരുടെ കാര്യങ്ങൾ, ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, നാം കാണുന്നുണ്ട്. എന്നാൽ ആ എല്ലാ മനുഷ്യരും നാം ഉൽപ്പത്തി തൊട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നാം കാണാൻ കഴിയും, മനുഷ്യൻ ബലഹീനനാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ ഒന്ന് എടുത്തു പഠിച്ച്, ഏലിയാവ് പല സമയങ്ങളിലും ബലഹീനനായി മാറിയ സാഹചര്യങ്ങളുണ്ട്. സ്തോത്രം, ദൈവത്തിന്റെ കൃപ തന്റെ ദാസന്റെ മേൽ ഉണ്ടെങ്കിലും പലവിധമാകുന്ന പ്രതികൂലങ്ങൾ വന്നപ്പോൾ തന്റെ ദാസൻ എന്ത് ചെയ്തു? ബലഹീനതയിലേക്ക് പോകാൻ ഇടയായി. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൃപ അവന്റെ ഉള്ളിൽ, ആ ഭക്തന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങളുടെ ആധിക്യം എന്ന് വെച്ചാൽ മുൻപിൽ പ്രാണൻ നഷ്ടമാകുമെന്നു വരെയുള്ള പ്രതികൂലങ്ങൾ മുൻപിൽ വന്നപ്പോൾ തന്റെ ദാസൻ എന്ത് ചെയ്തു? ഡൗൺ ആയി പോയി. എന്ന് വെച്ചാൽ അകത്ത് അന്നേ നാൾ വരെ നടത്തിയ ഒരു ദൈവശക്തി, ആ ശക്തിയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഒന്ന് പിന്നിലേക്ക് പോകാനിടയായി. എന്ന് വെച്ചാൽ പ്രാണഭയം അകത്ത് എന്ത് ചെയ്തു? ഉണ്ടായി. ആ പ്രാണഭയം അകത്തുണ്ടായപ്പോൾ തന്റെ ദാസന്റെ അകത്തുള്ള ആ ബലം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകാനിടയായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ആ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളിലും തന്റെ ഭക്തരെ നിർത്തിയത് പിതാവായ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഭക്തന്മാർ എല്ലാവരും ബലഹീനരാണ്. സ്തോത്രം. നാം എടുത്തു പഠിച്ച് നമ്മുടെ കർത്താവായ
യേശുക്രിസ്തു പോലും ബലഹീന പാത്രമായി തീർന്ന സമയങ്ങളിലെ കാൽവരിയുടെ മലമുകളിൽ നാം അവനെ കാണുമ്പോൾ അവൻ ബലഹീന പാത്രമാണ്. ക്രൂശ് ഹല്ലേലൂയ വഹിക്കുമ്പോൾ അവൻ ബലഹീന പാത്രമാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ കുറ്റം വിധിക്കുമ്പോൾ അവൻ ബലഹീന പാത്രമാണ്. അപ്പൊ മനുഷ്യന് പൊതുവെ വേദപുസ്തകം അവിടെ എഴുതിയിരിക്കുന്നു. വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഒരു മർമ്മപ്രധാന കാര്യമാണ്, മനുഷ്യ നീ മനുഷ്യനായിരിക്കെ എന്താണ്? നീ ബലഹീനനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളില്ലേ ബലഹീനത അല്ലേ? സ്തോത്രം. എനിക്കുണ്ട് ബലഹീനത. ഹല്ലേലൂയ. എന്റെ ബലഹീനത, ഞാനൊരു അലർജിക് പേഷ്യന്റ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെന്റെ ഒരു വലിയൊരു ബലഹീനതയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അലർജിക് പേഷ്യന്റ് ആണ്. എന്റെ ബലഹീനത. ഇപ്പൊ പൗലോസ് പറഞ്ഞത് ചിലപ്പോ ആ ശൂലം ചിലപ്പോ കർത്താവ് തന്നിരിക്കും നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്റെ മേലുണ്ട് ബലഹീനത. പലർക്കും പല വിധമാണ് ബലഹീനത അല്ലേ? സ്തോത്രം. പല വിധമാണ് ബലഹീനത വരുന്നത്. ചിലപ്പോൾ സ്തോത്രം ചിലർക്ക് മനുഷ്യരുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബലഹീനത ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വാക്കുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? ബലഹീനത. പല വിധത്തിലുള്ള ബലഹീനത. മനുഷ്യനായിരിക്കെ എന്താണ്? ബലഹീനനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഈ ബലഹീനതയെ സ്തോത്രം തരണം ചെയ്തതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് ദൈവം നമ്മെ ഇതുവരെ നിർത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ നാം നിന്നതും നടന്നതും ഹല്ലേലൂയ പോയതും പാടിയതും ആരാധിച്ചതും സ്തുതിച്ചതും എല്ലാം ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ന് പകരം ആ തിരിച്ചറിവ് എന്ത് ചെയ്യണം? നമുക്കുണ്ടാവും. നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോകുന്നവരാണ്. ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് നാം പലപ്പോഴും മറന്നു പോകുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ച് നാം പലപ്പോഴും മറന്നു പോകുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെയും ദൈവം നമ്മെ ബലഹീനതയിൽ നിന്നും നാം ബലത്തോടെ നിൽക്കാൻ ദൈവം നമ്മെ സഹായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. 1-2-3 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ താണിരിപ്പാൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുപോലെ നാം വേദപുസ്തകത്തിൽ വായിക്കപ്പെടുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ട്, ഇയ്യോബ്. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതം എന്ന് എടുത്ത് നാം പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ പലവിധമാകുന്ന കഷ്ടതകൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു. അവനെ കർത്താവ് ഒന്ന് പരീക്ഷിക്കാനിടയായി. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലത്തെ പരീക്ഷകൾ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലത്തെ ബലഹീനതകൾ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലെ സ്തോത്രം വന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും വേറെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും ഭക്തന്മാരെ വന്നിട്ടില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ അവൻ ജീവൻ ഉണ്ടെങ്കിലും അവൻ ശരീരത്തിൽ ക്ലേശം അനുഭവിച്ചവനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജീവൻ ഉണ്ടെങ്കിലും ഒരു പ്രാണൻ ശരീരത്തിൽ ഉണ്ടെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ശരീരം ക്ലേശതകളാൽ നിറഞ്ഞവനായിരുന്നു. അല്ലെ? നാം എല്ലാവരും യോബിന്റെ സ്തോത്രം ജീവചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അറിയാം. അവന്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം പോലെയുള്ള മാരകമായ വ്രണങ്ങൾ വന്ന് പൊട്ടി ശരീരത്തിലെ തൊലികൾ സ്തോത്രം മാറിപ്പോയി. ഒട്ടും കഷ്ണം കൊണ്ട് എന്ത് ചെയ്തു? അവൻ സ്തോത്രം കല്ലുകൾ കൊണ്ടും ദേഹത്തെ ചൊറിഞ്ഞ് മുറിവുകളാക്കി. വ്രണങ്ങളും സ്തോത്രം വെള്ളങ്ങളും പഴുപ്പുകളും ചോരകളും ഒരുപോലെ ആമേൻ ശരീരത്തിൽ നിന്നും ഒലിച്ചു വരുന്ന ഒരു പ്രാകൃതനായ ഒരു ബലഹീനനായ മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. സ്തോത്രം. എന്നാൽ ആ മനുഷ്യന്റെ അകത്ത് അവൻ കടന്നുപോയ ശാരീരികമാകുന്ന പ്രയാസങ്ങൾ, അവന്റെ ബലഹീനതകൾ ഉള്ളപ്പോഴും ആ ഭക്തനായവൻ തന്റെ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവൻ ബലഹീനനായിരുന്നപ്പോൾ അവന്റെ കൂടെ നിന്ന സഹോദരങ്ങൾ അവനെ തള്ളി പറഞ്ഞു, അവന്റെ സ്വന്തമിത്രാദികൾ തള്ളി പറഞ്ഞു, അവന്റെ ഭാര്യ അവനെ തള്ളി പറഞ്ഞു. ഹേ മനുഷ്യ, നീ എന്തിനിത്ര കഷ്ടങ്ങൾ സഹിക്കുന്നു? ഇതിന് നല്ലത് ഈ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് നീ മരിക്കുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞപ്പോഴും തന്റെ ഭക്തൻ ഹല്ലേലൂയ ആ ദൈവത്തെ തള്ളി പറയാൻ ഇടയായില്ല. ഹല്ലേലൂയ. ആ വാക്യത്തിൽ ഹല്ലേലൂയ ആ ജീവിത സാഹചര്യത്തിൽ ഞാൻ ഇതിനെ ഒന്ന് കോട്ടിയട്ടെ. ദൈവജനമേ, തന്റെ ഭക്തന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു. എന്റെ ശരീരമാകുന്നു ക്ഷയിച്ചതെങ്കിലും എന്റെ യാഗമേയുള്ളവൻ, എന്റെ യാഗമേയുള്ളവൻ, എന്റെ യാഗമേയുള്ളവൻ ഹല്ലേലൂയ അവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബലഹീനതയിൽ എന്റെ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം
Urabala Sambal Kamana, Maidamaragal Kamana Gadagadi Gamana Gadagasianagal Kamana, Uri Mandagal Niranya, Ave Salankavan Chalapam Nirangi America, Ave Chalapon, Hallelujah, or Sari of Sotara in Lino, and the Pantera, or Santa of Lino, the Sauka in Lino, Engine of Hallelujah, and the prophet in Markia, Hallelujah. അവിടെ തന്നെ ഭക്തൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. യോബിന്റെ പുസ്തകം 17 ഒന്നാമത്തെ വാക്യം നിർന്ന് വായിക്കാമോ? യോബിന്റെ പുസ്തകം 17 ഒന്നാമത്തെ വാക്യം തൊട്ട്. ഈ യോബിന്റെ പുസ്തകം 17 ഒന്നാമത്തെ വാക്യം നിർന്ന് വായിച്ച് സഹായിക്കാം. എന്റെ ശ്വാസം ക്ഷയിച്ചു, എന്റെ ആയുസ് കെട്ടുപോകുന്നു, ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ തന്നെ ഭക്തൻ പറയാ, എന്റെ ആയുസ് എന്ത് ചെയ്യുന്നു? കെട്ടുപോകുന്നു. ക്ഷയിക്കുക, എന്റെ ശരീരം എന്ത് ചെയ്യുന്നു? ക്ഷയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്മശാനം എനിക്കായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരുങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പറയുക, സോറി, എന്റെ ആയുസ് കെട്ടുപോകാറായെന്നും എന്റെ ശരീരം ക്ഷയിച്ചെന്നും എന്റെ ഹല്ലേലൂയ സ്തോത്രം ആയുസ് എന്ത് എനിക്ക് വേണ്ടി ശ്മശാനം ഒരുങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ മരിക്കാറായി എന്നുള്ള സ്തോത്രം സിറ്റുവേഷനാണ്. സ്തോത്രം. അത്രയ്ക്ക് ആ മനുഷ്യൻ എന്ത് ചെയ്തു? ശരീരത്തിൽ ബലഹീനനായി. അവന് താങ്ങുന്നതിനും അപ്പുറം എന്ത് ചെയ്യുന്നു? വേദനകൾ സഹിക്കുന്നു. അവന് താങ്ങുന്നതിനും അപ്പുറം എന്ത് ചെയ്യുന്നു? പരീക്ഷകൾ സഹിക്കുന്നു. അവൻ താങ്ങുന്നതിനും അപ്പുറം എന്ത് ചെയ്യുന്നു? രോഗങ്ങൾ, അല്ലെങ്കിൽ വ്രണങ്ങൾ, അല്ലെങ്കിൽ വേദനകൾ, വ്യഥകൾ ഒക്കെ സഹിക്കുമ്പോൾ തന്നെ പറയുക, ഭക്തൻ പറയുക, എനിക്ക് വേണ്ടി എന്തിരിക്കുന്നു? ശവക്കല്ലറ എന്ത് ചെയ്യുന്നു? ശവമന്ദിരം, ശവക്കല്ലറ എനിക്ക് എന്ത് ചെയ്യുന്നു? ഒരുങ്ങിയിരിക്കുന്നു. ഒന്ന് ഓർത്തു വയ്ക്കേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മക്കാണ് അങ്ങനൊരു അവസ്ഥ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വയ്യാഴിക വരുമ്പോഴും നമ്മൾ കർത്താവേ, നീ എന്തിനാണ് എന്നെ ഇത്ര എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലേശിപ്പിക്കുന്നത്? എന്തിനാ ദൈവമേ നീ എന്നെ എന്ത് ചെയ്യിക്കുന്നത്? ഇങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക, എന്നെ അങ്ങ് എടുത്തൂടെ? സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്നും കർത്താവ് എടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്നറിയാവോ? സ്തോത്രം. ആ കൃപ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് മാത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടാ, അകത്തെ കൃപയുടെ വില എന്താണെന്നും ഈ കൃപ നിനക്ക് എന്തിനാണെന്ന് തന്നെന്നുമുള്ള ഒരു തിരിച്ചറിവ് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് നീ ബലഹീനനായിരുന്നാലും അല്ല, നീ ബലവാനെന്ന് നിന്നെ ദൈവം തിരിച്ചറിയിപ്പിക്കും. ഹല്ലേലൂയ. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം ഓർത്തോളം അകത്തെന്തില്ല? കൃപയെ പറ്റിയുള്ള വലിയ ധാരണയൊന്നും ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വലിയ മഹത്തായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതെന്താണെന്ന് ഒന്നുകൂടെ പറയുന്നത് ഭക്തൻ തന്നെ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അതിന് 42 അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യം വായിച്ചേ. സ്തോത്രം. അത് 42, യോബ് 42 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും എന്റെ ഉദ്ദേശമൊന്നും മറിച്ച് കളയുന്നവനാരുവൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുക, ഒന്നാമത്തെ വാക്യ, അതിന് യഹോവയോട് ഉത്തരം പറയുക, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും, സ്തോത്രം, ഹല്ലേലൂയ, അസാധ്യമല്ലെന്നും ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. സ്തോത്രം. ഓർത്തെ, മുമ്പേ നാം ആദ്യം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, എന്റെ പ്രാണൻ കെട്ടുപോകാൻ സമയമായെന്ന് പറഞ്ഞ ഭക്തൻ എന്റെ ശരീരം ക്ഷയിച്ചു പൊക്കോണ്ടിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞ ഭക്തൻ,
സ്തോത്രം. മനുഷ്യൻ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് വേണ്ടി ശവകുടീരം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ 42-ാമത്തെ അധ്യായത്തിൽ പറയുകയാ, സ്തോത്രം ഹല്ലേലൂയ, കർത്താവേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരാളിവൻ. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അല്ലോ സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഭക്തൻ പറയുകയാ, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ എന്ത് ചെയ്തു? പറഞ്ഞുപോയി. സ്തോത്രം. എന്താ അത്ഭുതമേറിയതെന്ന് പറഞ്ഞത്? സ്തോത്രം. അത് ദൈവത്തിന്റെ കൃപയാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷകളിലൂടെ അവരെ കടത്തിവിട്ടെങ്കിലും ഒരു ദൈവത്തിന്റെ കൃപ തന്റെ ഭക്തന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ തിരിച്ചറിഞ്ഞപ്പോ ആ ദൈവത്തിന്റെ കൃപ തിരിച്ചറിഞ്ഞപ്പോൾ ഭക്തൻ പറയുകയാണ്, എന്റെ പൊന്നു ദൈവമേ, എന്റെ അറിവില്ലായ്മയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതെന്നോട് ക്ഷമിക്കണം. കാരണം എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേട്ട ദൈവത്തിന്റെ ജനമേ, നീ ഭാരപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളാകുന്നു, നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെല്ലാം വിഷയങ്ങളാകുന്നു, ഇന്ന് പകൽക്കാലം എന്റെ ദൈവം അതൊന്നും അറിയാത്തവനായി ഇരിക്കുകയല്ല, പിന്നെയോ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് നിനക്കൊരു തിരിച്ചറിവെന്നുണ്ടാകുന്നു. അന്നാ മഹത്വം അതിന്റെ വെളിപ്പെടും. ഹല്ലേലൂയ. അതാ പൗലോസും പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം പലപ്പോഴായി ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും കർത്താവിനെ പൗലോസേ മകനെ, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. ഇതിൽ വലിയ കാര്യം ഹല്ലേലൂയ നിനക്ക് കിട്ടാനില്ല. എന്താണ്? സ്തോത്രം. ആ കൃപ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയാകുന്നു. ഇന്ന് പകൽക്കാലം ഏത് മേഖലയിലാണോ നാം ബലഹീനനായിരിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങളുടെ മുഖത്താണോ നാം ബലഹീന പാത്രമായിരിക്കുന്നത്, ഇന്ന് പകൽ നീ ഭാരപ്പെടേണ്ട കേട്ടോ. ഇന്ന് പകൽ നീ പ്രയാസപ്പെടേണ്ട. നിന്റെ മേൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ബലഹീനതയിലും തികഞ്ഞു വന്ന് നിന്നെ ബലപ്പെടുത്താൻ ശക്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. തിരിച്ചറിവുള്ള ഇന്ന് പകൽക്കാലം തിരിച്ചറിവുള്ളവർ ദൈവത്തെ ആരാധിച്ചോണം. ഹല്ലേലൂയ. ബലഹീനനെന്ന് പറഞ്ഞ് നീ മൗനമായിട്ടിരിക്കരുത്. നിന്നെ കൊണ്ടൊന്ന് കഴിയത്തില്ലെന്ന് പറഞ്ഞ് നീ വെറുതെ ഇരിക്കരുത്. പ്രതികൂലമാണ് മുൻപെന്ന് പറഞ്ഞ് നീ മിണ്ടാതെ ഇരിക്കരുത്. നീ പറയണം, കർത്താവേ, ബലഹീനതയിലും വരുന്ന ഒരു ദൈവ സാന്നിധ്യം എന്റെ മേലുണ്ട്. ബലഹീനതയിലും ഒരു ദൈവ സാന്നിധ്യം എന്റെ പലപ്പോഴും നിന്നെ തകർത്തു കളയാൻ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ പിശാചാകുന്നവൻ പലപ്പോഴും നിന്നെ പിന്മാറ്റത്തിലേക്ക് വലിക്കാൻ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ പിശാചാകുന്നവൻ പലപ്പോഴും ആ കൃപയിലേക്ക് എത്തിപ്പെടാത്ത വിധത്തിൽ പലവിധമായ വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും ഇന്ന് മകൻ അകത്തങ്ങളിൽ വിശ്വാസമുള്ളവർ, ഇന്ന് മകൻ അകത്തങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ, ഇന്ന് മകൻ അടങ്ങിയിരിക്കുന്നത് ആ ദൈവത്തെ സ്തുതിക്കുകയാട്ടെ. ദൈവത്തിന്റെ ബലഹീനതയിലും തികച്ചു വരുന്ന ഒരു ദൈവശക്തിയാകും. ഈ വചനം കേൾക്കുന്ന ഞാൻ എനിക്ക് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ നടുവിൽ ഇന്ന് മകൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങാൻ പോവുകയാ.
നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ, നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ ശബ്ദ കമന വൈഡമാരകസി അതരാരകൾ കമനെ ശമനാരകസി. ഞാൻ ബലഹീനനാണ് ദൈവമേ, ഞാൻ ബലഹീനനാണ് കർത്താവ്, ഞാൻ ബലഹീനനാണ് കർത്താവ്. എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, എനിക്കിതിനെ തരണം ചെയ്ത് പോകാൻ കഴിയത്തില്ല, എനിക്കിതിനെ മറികടക്കാൻ കഴിയത്തില്ല, എനിക്ക് നിന്ന് മുൻപിലേക്ക് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഏതൊക്കെ ഭാരങ്ങൾ ഇരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. നിന്റെ ബലഹീനതയും നിനക്ക് വേണ്ടി തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാ, ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാ. അനുഭവിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്നോട് പറയുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നീ പലപ്പോഴും ചിന്തിച്ചില്ലേ, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നീ പലപ്പോഴും പറയില്ലേ എന്ന പരിശുദ്ധാത്മാവ് എന്ത് പകർത്താനും നിന്നോട് പറയുന്നു. നിന്റെ ബലഹീനതയെ വിട, നിന്റെ ബലഹീനതയെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവകൃപയുണ്ട്, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി. ഏറ്റെടുത്ത ദൈവത്തിൽ ആരാധിച്ചാട്ടെ, ഏറ്റെടുത്ത ദൈവത്തിൽ ആരാധിച്ചാട്ടെ. ഇവിടെ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രത്യേകതരമാകുന്ന ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാതെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ആരോടൊക്കെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. ചില വിഷയങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ, ചില വിഷയങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ കൊണ്ട് കൊണ്ട് ആരോടൊക്കെ പരിശുദ്ധമാണെന്ന് പറയുന്നു. ഒരു ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഇറങ്ങാൻ പോവുകയാണ്.
പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, പൗലോസേ മകനെ, ഭക്തനെ, എന്റെ കൃപ നിനക്ക് മതി. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. തീയുടെ നടുവിലേക്ക് ബാലന്മാരെ വലിച്ചെറിഞ്ഞപ്പോഴും തീയുടെ ബലത്തെ കെടുത്തിയ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. മടങ്ങുക 7 മടങ്ങ് വർദ്ധിച്ചു. ഹല്ലേലൂയ. ആദ്യം ആക്കി വെച്ച തീയുടെ അളവ് പോരാഞ്ഞിട്ടും സ്തോത്രം, ഹല്ലേലൂയ, 7 മടങ്ങ് വർദ്ധിപ്പിച്ച് അതിലേക്ക് ഹല്ലേലൂയ തന്റെ ഭക്തന്മാരെ ഹല്ലേലൂയ വലിച്ചെറിയാനിടയായി. ആ വേദഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന വേദശകലം ഇങ്ങനെയാ, അവരെ കൊണ്ടുപോയി ഇടാൻ ഹല്ലേലൂയ അവരുടെ കൂടെ പോയ പടയാളികൾ പോലും ആ തീയുടെ കാഠിന്യം നിമിത്തം അവർ പോയി. എന്നാൽ സ്തോത്രം, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട 3 ദൈവത്തിന്റെ ഭക്തന്മാർ, കാലന്മാർ, സ്തോത്രം, ഹല്ലേലൂയ, അവർ വീണത് ഹല്ലേലൂയ അവരുടെ അകത്ത് ഒരു ബലമുള്ളത് കൊണ്ടല്ല, പിന്നെ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഇന്നുമകൾ ദൈവത്തിന്റെ തീയുടെ ബലത്തെ പോലെ കെടുക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് നാട്ടിൽ നമ്മുടെ പക്കൽ ഉണ്ടാകും. പ്രതികൂലത്തിന്റെ മടങ്ങുകൾ ഏതെല്ലാം വിധത്തിൽ വർദ്ധിച്ചാലും, പ്രതികൂലത്തിന്റെ മടങ്ങുകൾ നമ്മുടെ മുമ്പിൽ ഏതെല്ലാം മടങ്ങ് വർദ്ധിച്ചാലും അതിന്റെ നടുവിൽ നിർത്താൻ, അതൊരു ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ദൈവം പങ്കെടുത്തോളം കാലം ഒരു ബലവും എന്നെയും നിന്നെയും സ്തോത്രം ഒരു പ്രതികൂല ശക്തികളും എന്നെയും നിന്നെയും തളർത്തിക്കളയത്തില്ല, ബലഹീനരാകത്തില്ല. പിന്നെ ബലവാന്മാരാകും. സ്തോത്രം. ഒന്ന് നോക്കിക്കേ, 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീയുടെ ബലം, ആ ബലത്തെ മറികടക്കണമെങ്കിൽ ഒരു അസാധാരണമായ ബലം വേണ്ടേ? സ്തോത്രം വേണ്ടേ? ഒരു ശക്തി വേണ്ടേ? 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീയുടെ ബലത്തെ ജയിക്കണമെങ്കിൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആ ബലത്തെ കാട്ടിലും കൂടിയ അസാധാരണമായ ഒരു ബലം വേണ്ടേ? വേണം. സ്തോത്രം. സിംഹത്തിന്റെ കൂട്ടിൽ വലിച്ചെറിയപ്പെട്ട ദൈവത്തിന്റെ ഭക്തൻ ബലഹീനനാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. സ്തോത്രം. സിംഹത്തിന്റെ ബലവും തന്റെ ദാസന്റെ ബലവും തമ്മിൽ എടുത്താൽ സിംഹമാണ് ബലവാൻ. എന്നാൽ ആ ബലത്തെ പിടിച്ചടക്കണമെങ്കിൽ എന്ത് വേണം? അതിനേക്കാൾ ഒരു ബലം എന്ത് ചെയ്യണം? വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നത്? സ്തോത്രം. അപ്പൊ സിംഹത്തിന്റെ ബലത്തെ പിടിച്ചടക്കണമെങ്കിൽ ആ ബലത്തെക്കാളും കവിഞ്ഞു നിൽക്കുന്ന ഒരു അസാധാരണമായ ബലം എന്ത് ചെയ്യണം? ഉണ്ടാവണം. തിരമാലകളുടെ നടുവിൽ പടകിനെ സ്തോത്രം ആടി ഉലയാതെ നിർത്തണമെങ്കിൽ ആ തിരമാലകളെ തരണം ചെയ്യാൻ ഒരു ബലം എന്ത് ചെയ്യണം? ആ ഒരു അസാധാരണമായ ബലം ആ തിരമാലകളെ കാണിക്കണം, ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പടകുലയുന്നുണ്ട്. എന്നാൽ ആ കാറ്റിന്റെ അകത്തും ആ പ്രകൃതിയുടെ ശോഭത്തിന്റെ ബലത്തെ കാട്ടിലും ഒരു അസാധാരണമായ ബലം അവിടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ആ ഉയർന്നു നിൽക്കുന്ന ബലത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പിടിച്ചടക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഇവിടെ സ്തോത്രം പൗലോസിനെ പറ്റി ദൈവം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതാ. എന്താ? സ്തോത്രം. ഏതെല്ലാം ബലഹീനതകൾ നിന്റെ മുൻപിൽ ബലമായാലും സ്തോത്രം. എന്ന് വെച്ചാൽ ഇപ്പോൾ പൗലോസിനെ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ശാരീരികമായ ബുദ്ധിമുട്ടുകളാ. പ്രൈസ് ദി ലോർഡ്. ശാരീരികമായ പ്രയാസങ്ങൾ ബലപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ ആ പ്രയാസങ്ങളെ സ്തോത്രം നോക്കിക്കൊണ്ട് പൗലോസ് പറയ, കർത്താവേ, ഞാൻ ബലഹീനനാണ്. ഈ ബലത്തെ ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ആ വിധമാകുന്ന കഷ്ടതയെ, ആ
കഷ്ടതകളുടെ ബലത്തെ മറികടക്കാനുള്ള ബലം എന്താ? എന്റെ ഉള്ളിലില്ല. അതുകൊണ്ട് ഞാൻ എന്താണ്? ബലഹീനനാണ്. Praise the Lord. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കഷ്ടതകളെ എന്റെ പക്കൽ നിന്ന് എന്ത് ചെയ്യണം? മാറ്റണം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. കഷ്ടതകളെ മാറ്റി ബലവാനാകണമായിരുന്നെങ്കിൽ ഹല്ലേലൂയ, ആദ്യം നമ്മുടെ കർത്താവ് അത് ക്രൂശിൽ ചെയ്യണമായിരുന്നു. അല്ലേ? സ്തോത്രം. Praise the Lord. കഷ്ടതകളെ മാറ്റി ആ സ്തോത്രം ശരീരത്തിൽ അനുഭവിച്ച വേദനകളുടെ ആ ഒരു അതികാഠിന്യത്തെ സ്തോത്രം ഹല്ലേലൂയ, ആ ഒരു ബലത്തെ മാറ്റി സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു സുഗമമായ ഒരു സ്തോത്ര രക്ഷ നമുക്ക് നേടിത്തരാൻ കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൗലോസിനോട് പറയുക, സ്തോത്രം ഹല്ലേലൂയ, ശാരീരികമായി നിന്നെ ഏതെല്ലാം വിധമാകുന്ന ക്ലേശങ്ങൾ നിന്റെ ശരീരത്തിൽ ബലപ്പെട്ടു നിന്നാലും ആ ബലത്തെ കവിയുന്ന ഒരു ബലം നിന്റെ ഉള്ളിൽ വേണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുമല്ല, പൈശാചികമായിട്ടാണ് നിന്റെ മുൻപിൽ ശത്രു ഹല്ലേലൂയ ബലപ്പെട്ടു നിൽക്കുന്നെങ്കിൽ ആ ബലത്തെ കവിയുന്ന ഒരു അസാധാരണമായ ബലം നിന്റെ അകത്തുണ്ടാവണം. ഹല്ലേലൂയ. ഏതാണ് ആ ബലം? സ്തോത്രം. അതാണ് പറഞ്ഞത്, ആ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഉയർന്നു നിൽക്കുന്ന ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ ബലത്തെ സ്തോത്രങ്ങളെ പിടിച്ചടക്കണമെങ്കിൽ ആ ബലത്തെ പിടിച്ചടക്കുന്ന ഒരു അസാധാരണമായ ഒരു ബലം അതിന്റെ കൃപ മാത്രമാണ്. അത് മതി നിന്റെ കൂടെ. ഏതെല്ലാം ശക്തികൾ നിന്റെ മുൻപിൽ പ്രബലമായിരുന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ പ്രബലമായിരുന്നാലും, ആ പ്രതികൂലത്തിന്റെ ശക്തിയെ, ആ പ്രബലമായിരിക്കുന്ന പിടിച്ചടക്കാൻ കഴിവുള്ള അതെന്റെ കൃപയൊന്ന് മാത്രമാണ്. Praise the Lord, praise the Lord, praise the Lord. Hallelujah. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് വ്യക്തമായി പറഞ്ഞത്, എന്റെ ബലഹീനതയിലും തികഞ്ഞു വന്ന ദൈവത്തിന്റെ ശക്തി, ഞാൻ ബലഹീനനെങ്കിലും ഞാൻ ബലവാനാകുന്നു. എങ്ങനെ ബലവാനായി? എന്റെ ശരീരത്തിൽ ബലപ്പെട്ടു നിൽക്കുന്ന ക്ലേശത്തിന്റെ അനുഭവത്തെ അല്ല ഞാൻ വഹിക്കുമ്പോൾ ഞാൻ ബലഹീനനാണ്. എന്നാൽ ദൈവം പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുക, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുക, അങ്ങനെ ഞാൻ ബലഹീനൻ ആണെങ്കിലും സ്തോത്രം ഞാൻ ബലവാനാകും. സ്തോത്രം. ആ കൃപയെ നിന്റെ കൂടെ അല്ലെ, ആ കൃപ നിനക്ക് മതി എന്ന് പൗലോസ് പറഞ്ഞതിന് ദൈവം പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, അല്ലയോ ഞാൻ ബലഹീനനെങ്കിലും എന്റെ മുൻപിൽ അല്ലെ ബലപ്പെട്ടു നിന്ന പ്രബലമായി നിന്ന അല്ലെ ക്ലേശങ്ങളെ, ഹല്ലേലൂയ, ആ ക്ലേശത്തിന്റെ ശക്തികളെ അതിജീവിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിന്റെ കൃപ എന്റെ അകത്തു നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബലവാനാകുന്നു. Praise the Lord, praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല്, നീ ഏതെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോയാലും, നിന്റെ മുൻപിൽ ഏതെല്ലാം പ്രതിസന്ധികൾ, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, ഏതെല്ലാം വിഷയങ്ങൾ നിന്റെ മുൻപിൽ പ്രബലനായി നിന്നെന്ന് പറഞ്ഞാലും, ആ ബലത്തെ ഹല്ലേലൂയ, സ്തോത്രം കടന്നു പോകത്തക്ക നിലവാരത്തിൽ, ആ ബലത്തെ ക്ഷയിപ്പിക്കത്തക്ക നിലവാരത്തിൽ നിന്റെ അകത്തൊരു ബലം ഉളവാകണം. ആ ബലത്തെയാണ് ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചത്, ദൈവത്തിന്റെ കൃപ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നാം സ്തോത്രം ബലപ്പെടത്തുള്ളൂ. Praise the Lord, hallelujah, hallelujah, praise the Lord. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ആ ദൈവ കൃപ അകത്തുള്ളവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോളാം.
സ്തോത്രം. നാം പറയും, കർത്താവെ ഞാൻ അങ്ങയുടെ കൃപയാലാണ് നിൽക്കുന്നത്. സ്തോത്രം. നാം പറയും, നാം എല്ലാവരും കൃപ ലഭിച്ചവരാ, കൃപ ലഭിച്ചവരാന്ന് പറയും. സ്തോത്രം. എന്താണ് ദൈവകൃപയുടെ പ്രത്യേകത? എന്താണ് ദൈവകൃപയുടെ പ്രത്യേകത? എന്താണ് ദൈവകൃപയുടെ പ്രത്യേകത? ബലഹീനനായ നമ്മെ പിടിച്ചടക്കാൻ ബലവാനായ പലതും നമ്മുടെ മുൻപിൽ എണീക്കുമ്പോൾ ആ ബലവാനായതിന്റെ പക്കൽ നിന്നും നാം വിടിവിക്കപ്പെടേണ്ടതിന് ആ ബലത്തിന്റെ മുകളിൽ ഒരു അസാധാരണമായ ഒരു ബലം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലപ്പോഴും രോഗം നമ്മുടെ മുൻപിൽ പ്രബലനാകുമ്പോൾ, പലപ്പോഴും പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ പ്രബലനാകുമ്പോൾ, പലപ്പോഴും പൈശാചിക ശക്തികൾ നമ്മുടെ മുൻപിൽ പ്രബലനാകുമ്പോൾ ആ ബലത്തെ അല്ലെങ്കിൽ തകർക്കത്തക്ക നിലവാരത്തിൽ അകത്ത് നൽകിയിരിക്കുന്ന ഒരാമിത ബലമാണ് ദൈവത്തിന്റെ കൃപ. സ്തോത്രം, 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 സ്തോത്രം. ആ ദൈവകൃപ അല്ലെങ്കിൽ വെറും ഒരു കുഞ്ഞികളിയല്ല. ആ ദൈവകൃപ വെറുതെ പറഞ്ഞു വിടുന്നതൊന്നല്ല. ആ ദൈവകൃപ വെറുതെ പ്രസംഗിച്ചു വിടുന്നതൊന്നല്ല. പിന്നെ അത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അത് പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അത് മാറ്റങ്ങളെ സംഭവിക്കാൻ അതിനെ സാധ്യമാകുന്ന ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവകൃപയുടെ സ്തോത്രം, ഹല്ലേലൂയ, ദാതാക്കളാണ് നാം എല്ലാവരും. നാം ഭാഗ്യം ചെയ്തവരാണ് ദൈവജനമേ. ആ ദൈവകൃപയെ അനുഭവിപ്പാൻ, ആ ദൈവകൃപയെ വഹിക്കപ്പെടുവാൻ, ആ ദൈവകൃപയെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് അറിയുവാൻ, അത് നമുക്ക് വേണ്ടി നൽകി തരുവാൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നാം അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിൽ നമ്മളെ പോലെ ഭാഗ്യവാന്മാർ ഈ ലോകത്തിൽ വേറെ ആരുമില്ല കേട്ടോ. ആ ദൈവകൃപയെ തിരിച്ചറിയാൻ, ആ ദൈവകൃപയെ അനുഭവിപ്പാൻ, ആ ദൈവകൃപയെ ഏറ്റെടുപ്പാൻ, അത് വഹിക്കപ്പെടുവാൻ, അത് നമുക്ക് വേണ്ടി നൽകപ്പെടുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിൽ ഇതിൽ പോലെ ഭാഗ്യമല്ല വേറെ ആരുമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ വാഞ്ചകൾക്ക് വിരാമം ഉണ്ടാകും, ഹല്ലേലൂയ, ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നാം ബലഹീനനായിരുന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നാം സ്തോത്രം ബലഹീനനായിരുന്നപ്പോഴും, നാം പലപ്പോഴും തളർന്നു പോയപ്പോഴും, നാം പലപ്പോഴും, ഹല്ലേലൂയ, നാം പോലെ നമ്മളെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് എന്നെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ്, ഞാൻ വെറും ഒരു മനുഷ്യനായിരിക്കെ, ഞാൻ ബലഹീനനാണ്. എന്നാൽ തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും, ഹല്ലേലൂയ, അവൻ നിന്ന് പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പലപ്പോഴും, ഹല്ലേലൂയ, നമ്മെ തളർത്തിക്കളഞ്ഞപ്പോഴും, ബലഹീനരായിരുന്നപ്പോഴും, ഹല്ലേലൂയ, നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, എന്റെ ബലഹീനതയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ എന്റെ ശരീരത്തിൽ, ഹല്ലേലൂയ, അനുഭവിച്ച എന്റെ ബുദ്ധിമുട്ടുകൾ, എന്റെ വ്യതകൾ, ഹല്ലേലൂയ, പലപ്പോഴായി, ഹല്ലേലൂയ, ഞാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചു പോകുമോ എന്ന് പോലും, ഹല്ലേലൂയ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് ചിന്തിച്ചു പോയ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിന്റെ അകത്ത് കടന്നു വന്നപ്പോഴും, രോഗങ്ങൾ, പലവിധമായി എന്നെ പിടിച്ചപ്പോഴും, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ, എന്നെ കൊണ്ട് എന്തിന്, കർത്താവ് എന്നെ കൊണ്ട് ഒന്നിനെ കഴിവല്ല, ഞാൻ എങ്ങനെ വിഷയങ്ങളിൽ തരണം ചെയ്യുമെന്ന് പലപ്പോഴും ഞാൻ ഹൃദയത്തിന്റെ അകത്ത് അവൻ ചിന്താഭാരത്തോടെ ഞാൻ ആയിരുന്നപ്പോഴും, ഹല്ലേലൂയ, എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതിയെന്ന് ഉയരം കേട്ടൊരു ശബ്ദം. കണ്ണുകളെല്ലാം ദൈവസത്തെ കടയട്ടെ. ഞാൻ പരാജയനായി പോയ സാഹചര്യങ്ങൾ, മനുഷ്യന്റെ മുൻപിൽ പരാജയനായി പോയ സാഹചര്യങ്ങൾ
ഞാൻ പരാജയമാണെന്ന് പലപ്പോഴും സാക്ഷീകരിച്ച സമയങ്ങൾ അന്നേരോ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. കർത്താവേ, എന്നെ കൊണ്ടൊന്നിനെ കൊള്ളാത്തവനാണോ? എന്നെ കൊണ്ടൊന്നിനെ കൊള്ളാത്തവനാണോ? ഞാൻ ബലഹീനനാണപ്പാ. ഹല്ലേലൂയ, ഞാൻ ബലഹീനനാണ് ദൈവമേ. ഇന്ന് പകൽക്കാലം എത്ര പേർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയത്തില്ല. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അല്ല പലപ്പോഴും നമ്മെ ബലഹീനരാക്കുമ്പോൾ അതിന്റെ നടുവിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് സംസാരിക്കുന്ന വചനങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്. അതാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ പങ്കുവച്ചത്. എന്റെ കൃപ ഹല്ലേലൂയ നിനക്ക് മതി. നിന്റെ ബലഹീനതയിലും തികഞ്ഞു വന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്, ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അത് ഞാൻ ബലഹീനനായിരിക്കെ തന്നെ എന്നെ ബലവാനാക്കുന്ന കൃപ, എന്നെ ബലവാനാക്കുന്ന കൃപ, എന്നെ ബലവാനാക്കുന്ന കൃപ. ശബ്ദ കമന ശാരീരികമായി അവൻ ക്ലേശം അനുഭവിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന ചില ശാരീരിക രോഗങ്ങളുടെ ബലത്തെ അതിജീവിക്കുമാറ് ഒരു ദൈവത്തിന്റെ കൃപ, ഒരു ദൈവത്തിന്റെ അമിത ബലം ഹല്ലേലൂയ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. അർത്ഥമാനകൾ കമനെ ശമനഘടകമനഘടകൾ കമന. പലപ്പോഴും ആരാധിക്കാൻ കഴിയാതെ, പലപ്പോഴും ദൈവത്തെ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ പോലെ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കാൻ കഴിയാതെ, ഒരു സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ കഴിയാതെ, അല്ല പലപ്പോഴും നിന്റെ മേൽ ഹല്ലേലൂയ പ്രബലപ്പെട്ടു നിൽക്കുന്ന പലവിധമാകുന്ന ചില വിഷയങ്ങളുടെ ശക്തികളുടെ പകൽക്കാലം അതിന്റെ മേൽ അല്ലേലും ജയമെടുക്കത്തക്ക നിലവാരത്തിൽ നിനക്ക് വേണ്ടി തികഞ്ഞു വരുന്ന ഒരു അമിതബലം, ഒരു ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവ് പകർന്നു തന്നിരിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി ദൈവത്തെ, ഈ നല്ല പകൽക്കാലം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അവസരങ്ങൾ ഒരുക്കി തന്നു. ഈ നല്ല ഈ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവമേ അങ്ങയുടെ വചനങ്ങളെ ചിന്തിക്കുവാൻ, അങ്ങയുടെ ഹല്ലേലൂയ ആലോചനകളെ കേൾക്കുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി, അത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഒന്ന് മാത്രമെന്ന് തിരിച്ചറിയുക. ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നിർത്തുമാറാകും. കർത്താവിന്റെ വരവുകളും ആ കൃപയിൽ കർത്താവെ ഞങ്ങളെ ഹല്ലേലൂയ ആമേൻ നിർത്തുമാറാകണമേ. നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ഈ വചനങ്ങളെ കൊണ്ട് സ്വർഗം എല്ലാവരും അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ ഇതുവരെ ദൈവമണിയിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ. പകൽക്കാലം എനിക്ക് ഇതുപോലെ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദാസനോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഞാനും സ്തോത്ര ശാരീരികമായ ക്ഷീണത്തിന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവനാമത്തിൽ താഴ്ന്നിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ശക്തമായി തന്നിലൂടെ അറിയിച്ച പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കാം. ഇരിക്കുന്നവർ കേൾക്കാമോ? മെസ്സേജ് ഇടണം. പരിശുദ്ധാത്മാവ് ശക്തമായി തന്നിലൂടെ സംസാരിക്കുവാൻ ദയായിത്തീരും. ഓസനായ പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു സാത്താന്റെ ശൂലം
സാത്താന്റെ ദൂതന്റെ ശൂലം പൗലോസിനെ ഇടയ്ക്കിടയ്ക്ക് കുത്താൻ. എന്നാൽ അതിന്റെ നടുവിൽ താൻ പലപ്പോഴും ബലഹീനനാകുമ്പോ തിരുവെഴുത്ത് വായിക്കുന്നു, തന്നെ ആത്മാവ് ബലപ്പെടുത്തുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്താൻ എന്റെ കൃപയ്ക്ക് കഴിയും. ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? ബലഹീനതകളുടെ നടുവിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ കൃപയ്ക്ക് കഴിയുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി അറിയിച്ചിരിക്കുക. ഹല്ലേലൂയ. ഏത് ബലഹീന അനുഭവങ്ങളാണെങ്കിലും അതിന്റെ നടുവിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവാത്മാവുണ്ട്. മറ്റൊരിടത്ത് പൗലോസ് പറയുന്ന പോലെ, പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയാൽ അകമയുള്ളവൻ ദിനം പ്രതി ശക്തിയെ പുതുക്കും. അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന കാലത്തോളം ഈ ബലഹീനതയെ നമ്മൾ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അവിടെ പറയുന്നതാണ്, എന്റെ മേൽ ദൈവീക ബലം, ദൈവീക കൃപയുടെ ബലം എന്റെ മേൽ പകരപ്പെടുമെങ്കിൽ ഞാൻ ഈ ബലഹീനതയിൽ അധൈര്യപ്പെടുന്നില്ല, ഭാരപ്പെടുന്നില്ല, പ്രയാസപ്പെടുന്നില്ല. ഒന്നുകൂടെ എന്റെ ഭാഷയിൽ ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, എന്റെ മേൽ കൃപ വെളിപ്പെടുമെങ്കിൽ ഞാൻ ഈ ബലഹീനതയെ ഇഷ്ടപ്പെടുന്നു. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലാവും? എന്റെ മേൽ ഈ ദൈവ കൃപ വെളിപ്പെടുമെങ്കിൽ, എന്റെ മേൽ ഈ ദൈവശക്തി വെളിപ്പെടുമെങ്കിൽ എന്റെ മേലുള്ള ബലഹീനതയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്കിത് വിഷയമല്ല, എനിക്കിത് പ്രശ്നമല്ല. കാരണം എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഞാൻ ബലഹീനനായിരിക്കുമ്പോ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു. രാമൻ പറഞ്ഞേ, ഞാൻ ബലഹീനനായിരിക്കുമ്പോ തന്നെ ഞാൻ ശക്തനാണെന്ന പൗലോസ്. ഞാൻ ശക്തനാണ്. ശക്തമായ ഒരു ദൂത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് പകൽ കൈമാറുവാണ്ടയായി. പൗലോസിന്റെ ജീവിതയാത്ര പരിശോധിക്കുമ്പോ, തന്റെ 1-ാം മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, 3-ാം മിഷണറി യാത്ര ഒക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ പലയിടത്തും താൻ ബലഹീനനായി പോയ സാഹചര്യം നമുക്ക് പഠിക്കാൻ കഴിയും. ശാരീരികമായി, മാനസികമായി, എന്തിന് തന്റെ മേലിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആത്മമണ്ഡലത്തിൽ വരെ താൻ ക്ഷീണിതനായി പോയ സാഹചര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തന്റെ പ്രശ്നം കൊണ്ടല്ല, തന്നിലൂടെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയെടുത്ത പല സഭകളിലും പല വ്യക്തികളിലും തന്റെ അപ്പോസ്തലികത്വത്തെ വരെ ചോദ്യം ചെയ്യത്തക്ക നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൗലോസ്. അത്ര ഒന്നുകൂടെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഒരുത്തനെ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി സഭയെ കൊണ്ടുവന്നിട്ട് അവൻ അവിടുത്തെ വലിയ പുള്ളിയായിട്ട് കൊണ്ടുവന്നവനെതിരെ വാദിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് പിടികിട്ടിയോ? സ്തോത്രം. പറഞ്ഞത് മനസ്സിലായില്ല, ചെയ്തു നോക്കണം. വേണ്ട, അല്ലെങ്കിൽ വിട്ടരുത്. സ്തോത്രം. ഒരാള്, ഞാനിപ്പോ സനൂപിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ രക്ഷയിലേക്ക് വന്നു, അവൻ ഇവിടെ മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നുണ്ട്,
നാളെ അവൻ ദൈവം അവനെ കൃപയിൽ നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. ബൈബിൾ കോളേജിൽ ഒന്നും പോകാതെ എത്ര നേരം പ്രസംഗിച്ചു. ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ചാണ് പ്രസംഗിച്ചു. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. കർത്താവ് ബലപ്പെടുത്തി, സ്നാനപ്പെട്ടു, കൃപ പ്രാപിച്ചു, ദൈവകൃപയിൽ നിൽക്കുന്നു. നാളെ അവൻ എനിക്കെതിരെ എന്റെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിനെതിരെ ചോദ്യം ചെയ്താൽ എന്റെ ഒരു ആത്മീയ മണ്ഡലം എങ്ങനായിരിക്കും? എന്റെ ഒരു ആത്മീയ വേദന എന്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പൗലോസ് ആക്കി വെച്ച പല സഭയുടെ അകത്തു നിന്നും പൗലോസിനെതിരെ ചോദ്യങ്ങൾ വന്നു. അതാ ഞാൻ പറഞ്ഞത്, മാനസികമായും ശാരീരികമായും ആത്മീയ തലങ്ങളിലും പൗലോസ് ബലഹീനനാകുന്ന അനുഭവങ്ങൾ തന്റെ മിഷണറി യാത്രയിലുണ്ട്. സ്തോത്രം. ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീയെ അവളിൽ വ്യാപരിച്ച ദുരാത്മാവിനെ ശാസിച്ചകറ്റി ജയം പ്രാപിച്ചപ്പോ ഹല്ലേലൂയ വചനം എഴുതി അവരെ വളരെ അടുപ്പിച്ച ശേഷം കൈ ചങ്ങലകളാലും കാലാമത്തിലിട്ടും പൂട്ടി കാരാഗ്രഹത്തിന്റെ ഏറ്റവും അകത്ത് ഇരുട്ടുള്ള അറയ്ക്കകത്തിട്ടു. കണ്ടോ, ശാരീരികമാകുന്ന ബലഹീനതയാ. അപ്പോസ്തലികത്തെ ചോദ്യം ചെയ്തു, ആത്മീയമാകുന്ന ബലഹീനതയാ. സ്തോത്രം. അതേപോലെ മാനസികമാകുന്ന എത്രയോ സംഘർഷങ്ങളിലൂടെ കടന്നുപോയി. സമാധാനം നഷ്ടപ്പെട്ട് വേദനപ്പെട്ട എത്രയോ സാഹചര്യങ്ങൾ പൗലോസിനുണ്ടായി. 14 ദിവസം സൂര്യനെ കാണാതെ ഹല്ലേലൂയ കടലിൽ പ്രാണഭയത്തോടെ ജീവിച്ച അനുഭവം ഒന്നാലോചിച്ചേ. സ്തോത്രം. എന്തോരം മാനസിക സംഘർഷമായിരിക്കും അനുഭവിച്ചു അല്ലേ? പക്ഷെ ഇതിന്റെ നടുവിലെല്ലാം പൗലോസിനെ ബലപ്പെടുത്തിയ ഒറ്റ കാര്യമാണ്, എന്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്, എന്റെ കൃപ നിന്നോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. ബലഹീനതയിൽ ശക്തി പൗലോസ് തന്നെ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. രാമൻ പറഞ്ഞു. കണ്ടോ, അതാ പൗലോസിന്റെ ബലം. അതാണ് എന്നെ ശക്തനാക്കുന്ന ഒരുവൻ. ഏത് ബലഹീന സാഹചര്യങ്ങളുടെ നടുവിലും എന്നെ ശക്തനാക്കുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന ആത്മീയ ദൂതുകളെ നമുക്ക് ഏറ്റെടുക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. തന്റെ മകനെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. തന്നെ എപ്രകാരം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കും, അപ്രകാരം ദൈവം തന്നെ വീണ്ടും അധികമായി ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടതുപോലെ അല്ലെങ്കിൽ ബലഹീനതകളുടെ നടുവിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ബലഹീനതകളുടെ നടുവിൽ നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ബലഹീനനായിരിക്കുമ്പോ തന്നെ ഞാൻ ശക്തനാണെന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ ഇന്ന് ബലപ്പെടുത്തട്ടെ. കർത്താവ് നമ്മളെ ഇന്ന് ശക്തീകരിക്കട്ടെ. എന്റെ മകളിലൂടെ ആത്മാവ് ഇടപെട്ട ഒരു ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ജയിച്ചു കയറുവാൻ കഴിയാത്ത ചില ബലത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് പകൽ അതിനെ ജയിച്ചു കയറാനുള്ള ഒരു ബലം ദൈവം നമ്മുടെ മേൽ പകരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ശക്തമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏത് വിഷയമാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവശക്തി നമ്മളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയിച്ചു കേറാം. ദൈവം നമുക്ക് കൃപ ചെയ്യും. ഹല്ലേലൂയ. വചനം സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ജയിക്കാനുള്ള ആ ദൈവശക്തി നമ്മുടെ അകത്ത് കർത്താവിന്റെ പകൽ പകർന്നിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം ചെയ്തേ വചനത്തിന്റെ മുമ്പിൽ ദൂതുകളുടെ മുമ്പിൽ സമർപ്പിച്ചാട്ടെ. എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബിജുചാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Oh,